വാസ്തു അറിയാതെ നിങ്ങൾ എത്ര നന്നായിട്ട് പ്ലാന് വരച്ചു കഴിഞ്ഞാലും ആ പ്ലാന് നിങ്ങൾക്ക് കുറ്റിയടിക്കുന്ന സമയത്ത് അത് റിജക്റ്റ് ആവും. വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വിശ്വാസമല്ലേ ഒരാചാര്യൻ കുറ്റിയടിക്കാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരച്ച പ്ലാനൊക്കെ വെറുതെ ആയി പോകും. വാസ്തു പഠിക്കൽ നിർബന്ധമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇതിന്റെ വിശ്വാസവും ഇതിന്റെ ഐതിഹ്യമൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ വാസ്തുശാസ്ത്രം പഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് ഉറക്കൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ആലോചിച്ച് നമ്മളൊരു ഡിസൈൻ ചെയ്ത് നമ്മളൊരു പ്ലാന് കൊണ്ട് കുറ്റിയടിക്കാൻ പോകുന്ന സമയത്താണ് വാസ്തു ആചാര്യം പറയാ ഇത് ബെഡ്റൂം ഇവിടെ പറ്റൂല, ടോയ്ലറ്റ് ഇവിടെ പറ്റൂല, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് നമ്മളെ പ്ലാന് മൊത്തത്തിലാണ് ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ ഇത്രയും ഉറക്കൊഴിച്ച് പ്ലാനൊക്കെ വരച്ച് നമ്മൾ അവിടെ സൈറ്റിൽ ചെന്ന് നമ്മൾ വല്ലാണ്ടായി പോകും. അത്രയും ആളുകളുടെ ഇടയിൽ നമ്മളൊന്നും അല്ലാതായി പോകും. ഈ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിന് പോകുന്നുണ്ട്, പ്ലാൻ വരച്ചിട്ടാണ് കുറ്റിയടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മളെ പ്ലാന് ഒരു കറക്ഷന് നമുക്ക് വരുത്തേണ്ടി വരില്ല. അപ്പൊ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ടോയ്ലറ്റ് എവിടെയാണ്, കിച്ചൺ എവിടെയാണ്, പോർച്ച് എവിടെയാണ്, പോർച്ചിന് പോലും വാസ്തുശാസ്ത്രം നോക്കും, ഗേറ്റിന് വാസ്തുശാസ്ത്രം നോക്കും, ഡോറുകൾ എവിടെയൊക്കെയാ വെക്കണ്ടേ, എങ്ങനെയൊക്കെയാ വെക്കണ്ടേ, ഇതിന്റെ ഒന്നും പൊസിഷൻ നമുക്ക് വാസ്തുശാസ്ത്രപരമായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് പ്ലാൻ വരക്കാൻ പറ്റൂല. പ്ലാൻ എങ്ങനെ നമുക്ക് വരക്കാം? ഒരു ചതുരത്തിന് എവിടെയെങ്കിലും ഒരു ഡോറും 2 ജനലും വെച്ച് കഴിഞ്ഞാൽ അതൊരു റൂമായി അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ തെക്ക് പടിഞ്ഞാറ് മൂല നമുക്ക് 90% കാറ്റ് വരുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് തെക്ക് പടിഞ്ഞാറെ മൂലകളിൽ നമുക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും? ആള് പേരെന്തായിരുന്നു? ദാനിഷ്. വീട് എവിടെയാ? ചുങ്കത്ര. ദാനിഷ് പറഞ്ഞു കന്നിമൂലയില് മാസ്റ്റർ ബെഡ്റൂം ആണ് വരിക എന്ന് പറഞ്ഞു. പൊതുവെ 90% ആളുകളും മാസ്റ്റർ ബെഡ്റൂം ആണ് കന്നിമൂലയിൽ കൊണ്ടുവരാം. ഈ കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം കൊണ്ടുവരാനുള്ള കാരണം എന്താ? കാറ്റും വെളിച്ചം കിട്ടും, കറക്റ്റാണ്, നല്ല നല്ല കാറ്റ് കിട്ടും. 90% സൗത്ത് വെസ്റ്റ് വിൻഡ് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റ് കിട്ടും. നമ്മളെ വിൻഡോ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് കിട്ടും അല്ലേ? അതുകൊണ്ടാണ് ആ ഒരു മൂലയിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം, മെയിൻ ആയിട്ട് നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്തൊക്കെയാണ് നമുക്ക് നല്ല ഫ്രഷ് എയർ കാര്യങ്ങളൊക്കെ വരേണ്ടത് അല്ലേ? അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കൊണ്ടുവരാന്ന് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറെ മൂല എപ്പോഴും അടഞ്ഞു കിടക്കണം. അടഞ്ഞു കിടക്കാൻ മീൻസ് നമുക്കത് തുറക്കാനും പറ്റണം, അടക്കാനും പറ്റണം. ആ ഒരു രീതിക്ക് ആവണം നമ്മളെ തെക്ക് പടിഞ്ഞാറെ മൂല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്.